കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കൊച്ചു പയ്യൻ, ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു പയ്യനുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചുള്ളൂ. നല്ല മിടുക്കുന്ന ഒരു കൊച്ച്. അപ്പോൾ ഇവനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവനിങ്ങനെ വചനം കേൾക്കുകയും വചനം പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ഇങ്ങനെ വചനമൊക്കെ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല മിടുക്കൻ പയ്യൻ. പക്ഷേ ഒരു കുഞ്ഞ് സങ്കടമൊക്കെ ഇങ്ങനെ അവൻ ആ സങ്കടം പറഞ്ഞു തന്നത് തന്നെ ഇങ്ങനെ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ബേസിക് ആയിട്ട് കാര്യം ഇവനിങ്ങനെ പറഞ്ഞു. അവന് പറഞ്ഞേ, അച്ഛൻ ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അടിപൊളിയാണ്, പേരൻസൊക്കെ നല്ലത് പറയുന്നുണ്ട്, ടീച്ചേഴ്സിന് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു സങ്കടം, ആ കുഞ്ഞു മനസ്സിൽ 3ാം ക്ലാസ് 4ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുഞ്ഞിന് അതങ്ങനെ ആ വിഷമത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അവൻ പറഞ്ഞത്, എന്നെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് തോന്നുന്നുണ്ട് അച്ഛൻ, തോന്നുന്നു ഒന്നിനും കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചേടാ, നീ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പേരൻസൊക്കെ നല്ലത് പറയുന്നുണ്ടല്ലോ, ടീച്ചേഴ്സ് നല്ലത് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്നാ പ്രശ്നം? അപ്പം പറഞ്ഞാൽ അല്ല അച്ഛാ, എന്നെ ചില സമയത്ത് എനിക്കങ്ങനെ ഇരിക്കുന്ന സമയത്ത് തോന്നും എന്നെ കൊള്ളത്തില്ലെന്ന്. അപ്പോൾ ഞാൻ അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവന് ഒരു വചനം പറഞ്ഞു കൊടുത്തു. ഈ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിലെ 4ാം വാക്യം നിങ്ങൾക്കറിയാമല്ലോ, നീ എനിക്കെന്നും പ്രിയങ്കരനും ബഹുമാനനും അമൂല്യനുമാണ്. അപ്പോൾ അത് ഒരു വചനമൊക്കെ പറഞ്ഞു കൊടുത്തു. മോനെ, നമുക്ക് ഈ ഷോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൊച്ചായിട്ട് നീ ജീവിച്ചാൽ മതി. പിന്നെ ടീച്ചേഴ്സോ അവരൊക്കെ നല്ലത് പറയും, പേരൻസും നല്ലത് പറയും, വെരി ഗുഡ്. നമുക്ക് പക്ഷേ ഏറ്റവും ശക്തി തരേണ്ട ഒരു കാര്യം ഇതാണ്. ഈ ഒരു ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഇടിച്ചിടിച്ച് നിൽക്കാൻ പറ്റും എന്നൊക്കെ കുഞ്ഞുമായിട്ടൊക്കെ ഒരു കുഞ്ഞു രീതിയിൽ ഷെയർ ചെയ്തു. ഇന്ന് രാത്രിയിൽ പിന്നെ നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഈ കുഞ്ഞുമായിട്ട് ഷെയർ ചെയ്തൊരു കാര്യം തന്നെയാണ് നിങ്ങളോട് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് പറയാൻ ഞാനും ആഗ്രഹിക്കുന്നത്. യേശയ്യാ 43:4, നീ എനിക്കെന്നും പ്രിയങ്കരനും അമൂല്യനും ബഹുമാനനുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മളെക്കുറിച്ചെല്ലാം നല്ലത് സംസാരിക്കുമ്പോഴും നമുക്കെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുമ്പോഴും ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കോംപ്ലക്സുകൾ നമ്മളെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നുണ്ടാവും. ഞാനത്ര പോരാ, എനിക്ക് അത്രയൊക്കെ നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റണില്ല, എനിക്ക് എന്നെ കൊള്ളത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു ഫിസിക്, നമ്മുടെ ശരീരം, നമ്മുടെ നിറം, നമ്മുടെ പൊക്കം, നമ്മുടെ വണ്ണക്കുറവ്, വണ്ണക്കൂടുതൽ, ചിലപ്പോൾ കളിയാക്കൽ കിട്ടിയത്, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളോട് ഇങ്ങനെ ചില കമ്പാരിസൻ്റെ ഒക്കെ ഏരിയ ആയിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ കൊള്ളത്തില്ല, അത്ര നല്ല ജീവിതമൊന്നും അല്ല എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾ ഇന്ന് രാത്രി ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറയാണ്, നീ എനിക്ക് എന്നും ബഹുമാനമാണ്, ഐ റെസ്പെക്റ്റ് യു. ഈശോ പറയാണ്, നീ എനിക്കെന്നും വിലയുള്ളതാണ്. ലോകം തള്ളിക്കളഞ്ഞാലും ഇനി നിനക്ക് തന്നെ തോന്നുകയാണ് നിന്നെ കൊള്ളത്തില്ലാന്ന് തോന്നിയാലും ഈശോ പറയാണ്, നീ എനിക്ക് ഒത്തിരി വിലയുള്ളതാണ്, നീ എനിക്കെന്നും ബഹുമാനനും വിലയുള്ളവനും ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ്. ചിലപ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം ഉണ്ടാവും, എന്നെ അങ്ങനെ ആരും സ്നേഹിക്കുന്നില്ല, ആർക്കും എന്നെ അങ്ങനെ വേണ്ട, ഞാനൊരു ഓപ്ഷനാണ്, എനിക്ക് ആൾക്കാർ അത്ര വലിയ പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരുന്നില്ല എന്നൊക്കെ ചിന്തിച്ചാൽ അത് നോക്കിയിരിക്കണ്ട, ഈശോയെ നോക്കിക്കോ. ഈശോ പറയാണ്, നീ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്, യു ആർ മൈ ബെലവഡ്. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ കുഞ്ഞു കാര്യം ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് ഇത് വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥി. ഇന്ന് രാത്രി മാത്രമല്ല, നാളെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും ഇത് പറഞ്ഞോണേ, ഈശോയെ, ഞാൻ നിനക്ക് ബഹുമാനനും പ്രിയങ്കരനും അമൂല്യനുമാണ്. അത് ലോകം തരുന്ന ഒരു അപ്രൂവൽ അല്ല, ലോകം തരുന്ന നല്ല വാക്കുകളല്ല, ഈശോ പറയുന്ന എഴുതി ഒപ്പിട്ട് തരുന്നൊരു വാക്കാണത്. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആ ഒരൊറ്റ ബോധത്തിൽ സമാധാനത്തോടെ ഇന്ന് കിടന്നുറങ്ങുക. നാളെ എഴുന്നേൽക്കണം, കൂടുതൽ കൃപയിൽ ജീവിക്കണം. നിങ്ങൾക്ക് നാളെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു കൃപയിലോട്ടും കയറി നാളെ എല്ലാ കാര്യങ്ങളും ചെയ്തോ. എന്നിട്ട് തലയുയർത്തി പിടിച്ച് നടക്കണം. ഒറ്റ കാര്യത്തിൽ, എന്ത് കാര്യത്തിലാണ്? നമ്മൾ നേടിയെടുത്തതിൻ്റെ ഒന്നും പേരിലല്ല, നന്നായിട്ട് ഉറങ്ങിയതിൻ്റെ പേരിലൊന്നല്ല. എന്നെ ഈശോ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈശോയ്ക്ക് ഞാൻ ഒത്തിരി വിലയുള്ള ഒരു മകനാണ്, മകളാണെന്ന ബോധ്യത്തിൽ നാളെ ഉണർന്നെഴുന്നേൽക്കണം. തലയുയർത്തി പിടിച്ച് അഭിമാനത്തോടെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഈശോയുടെ ശക്തി നിങ്ങളെ ബലപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.